ഞാൻ ഒരു ചെറിയ അനുഭവം പറയാം. സിനിമയിലെ ടെലിവിഷനിലെ നടീനടന്മാർക്ക് യാതൊരു സംഘടനയും ഇല്ലാതെ എല്ലാം പല സംഘടനകളുണ്ടായിരുന്ന എല്ലാം പൊളിഞ്ഞു തകർന്ന് നിൽക്കുന്ന സമയത്താണ് ഒരു ദിവസം ആത്മ എന്നൊരു സംഘടന രൂപീകരിക്കാൻ തീരുമാനിച്ചത്. എൻ്റെ പ്രസിഡൻ്റായി തിരുവനന്തപുരം മ്യൂസിയത്തിനകത്തുള്ള ഒരു ഓഡിറ്റോറിയത്തിലാണ് അതിൻ്റെ ആദ്യ യോഗം നടക്കുന്നത്. ഒരു ചെറിയ യോഗത്തിൽ വെച്ച് എന്നെ പ്രസിഡൻ്റായി തിരഞ്ഞെടുത്തു. കുറേ ആർട്ടിസ്റ്റുകൾ പങ്കെടുത്തിട്ടുണ്ട്. അവിടെ വെച്ച് പൂജപ്പരാശനെ സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കുക. ഞങ്ങൾ തീരുമാനിച്ചു, കാരണം പൈസയൊന്നുമില്ല. അപ്പോൾ ഈ പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കണമെങ്കിൽ നമ്മളിനി പൈസ ചെലവാക്കാതെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തീരുമാനിക്കും. ഏതാണ്ട് ആ സംഘടനയ്ക്ക് ഏതാണ്ട് 10 വർഷത്തോളം പൂജപ്പരാശനെ സെക്രട്ടറിയായി. അന്ന് ഈ സംഘടനയ്ക്ക് ഓഫീസില്ല. ഓഫീസ് എന്ന് പറയുന്നത് പൂജപ്പരാധാകൃഷ്ണന്റെ ഒരു മാരുതി 800 കാറാണ്. ഈ കാറിന്റെ പുറകിലത്തെ സീറ്റിൽ ഈ സംഘടനയുമായി ബന്ധപ്പെട്ട സർവ്വ കണക്കുകളും സീലും ലെറ്റർ പാടും കൊണ്ട് ഈ മനുഷ്യൻ അലഞ്ഞ് നടന്നാണ് ആത്മ എന്ന സംഘടന, ഇന്ന് കോടിക്കണക്കിന് രൂപ ആസ്തിയുള്ള ആത്മ എന്ന സംഘടന അന്ന് ഉണ്ടാക്കിയെടുത്തത്. ടെലിവിഷൻ രംഗത്ത് ഏറ്റവും കരുത്തുള്ള സംഘടന ഉണ്ടാക്കിയെടുത്തത് ഈ നമ്മൾ ഒരു സീരിയലിൽ കാണുന്ന നടനായി നമ്മളൊക്കെ വളരെ സ്നേഹത്തോടെ പെരുമാറുന്ന പൂജപ്പരാശനായിട്ട് കാണുന്ന ഈ മനുഷ്യനാണ് അതിൻ്റെ പുറകിൽ. അതുകൊണ്ട് തന്നെയാണ് കേരള കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തെ ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റായി തിരഞ്ഞെടുത്തതും. ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ജാതിക്കും മതത്തിനും അതീതമായി മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരാൾ ജഗതിയിലേക്ക് വരേണ്ടതുണ്ട്. അധ്യക്ഷ പ്രസംഗത്തിൽ ശ്രീമതി വിദ്യാമോഹൻ പറഞ്ഞു, 15 വർഷം ഈ വാർഡിനെ പ്രതിനിധീകരിച്ച BJP ആണ്. BJP പ്രതിദാനം ചെയ്യുന്ന ഒരു വാർഡിലും നിങ്ങൾക്ക് പരിശോധിക്കാം. പ്രശാന്ത് മേയറായിരുന്നില്ലുണ്ട്, ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള മേയറായിരുന്നു. അതിനുശേഷം നമ്മുടെ 5 വർഷവും നമ്മൾ ഇടതുപക്ഷ മുന്നണി തിരുവനന്തപുരം നഗരത്തിന്റെ സമഗ്ര വികസനം നടക്കുമ്പോഴും BJP വാർഡുകളിൽ വികസനം, ഇവിടെ മാത്രമല്ല പഞ്ചായത്തുകളിൽ പോലും വളരെ അത്യപൂർവമായ മെമ്പർമാർ മാത്രം. അത് ചില BJP ജയിക്കുന്ന മെമ്പർമാരെ വ്യക്തിപരമായ താല്പര്യം കൊണ്ട്